നമസ്കാരം. ഞാൻ ഡോക്ടർ കിരൺ, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. നാഷണൽ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ അത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വന്നത്. നാഷണൽ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1955 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ, അതായത് അസ്ഥിരോഗ വിദഗ്ധന്മാരുടെ ദേശീയ സംഘടന രൂപപ്പെട്ടത്. ആ ദിവസമാണ് നമ്മൾ നാഷണൽ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അസ്ഥി സംബന്ധമായ അസ്ഥി അല്ലെങ്കിൽ ജോയിൻ്റ് മായി ബന്ധപ്പെട്ട ആരോഗ്യ കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടി, പൊതുജനത്തിന് വേണ്ടിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അവരെ ബോധവൽക്കരിക്കുക എന്ന കൺസെപ്റ്റിലാണ് ഈ ഒരു ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. ഈ വർഷവും പൊതുവെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ആ ദിവസം നമ്മൾ നാളെ ആഘോഷിക്കുകയാണ്. അതിന് എല്ലാ വർഷവും ഇതിനൊരു തീമുണ്ട്. അതായത് ഈ നാഷണൽ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേയിലെ ഒരു തീം, അത് IAOയുടെ ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരു തീമാണ്. ഈ വർഷം അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് സെൽഫ് സേവ് വൺ എന്നാണ്. അതായത് സ്വയം സംരക്ഷിക്കൂ, മറ്റുള്ള ആളിനെ രക്ഷിക്കൂ. അതാണ് നമ്മുടെ ഈ വർഷത്തെ ഓഗസ്റ്റ് 4-ാം തീയതി ആഘോഷിക്കുന്ന ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേയുടെ തീം. അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗമാണ് സേവ് സെൽഫ്. അത് ഈ അസ്ഥിരോഗ വിദഗ്ധന്മാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സ്വയം സംരക്ഷിക്കുക എന്ന തീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ഭാഗം, സേവ് സെൽഫ് എന്ന ഭാഗം. അവർ ഈ പറയുന്ന ജോലി സംബന്ധമായ ഫിസിക്കലും മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ തീമിൻ്റെ ആദ്യ ഭാഗം. അത് ഓർത്തോപെഡിക് സർജന്മാർക്ക് മാത്രമുള്ളതാണ്. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന പൊതുജനത്തിനെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യമായിട്ട് ചേർത്തിട്ടുള്ളത്. അതായത് മറ്റൊരാളിനെ രക്ഷിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വാഹന അപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണത്തിൻ്റെ നിരക്ക് കുറയ്ക്കുക. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുക. അതായത് പൊതുജനം മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുക. ഓർത്തോപെഡിക് സർജന്മാരല്ല, അസ്ഥിരോഗ വിദഗ്ധന്മാരുടെ കാര്യമല്ല, പൊതുജനത്തിനെ ബോധവൽക്കരിച്ച് റോഡപകടങ്ങൾ ഉണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി മുന്നോട്ടിറക്കി പ്രവർത്തിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഭാഗം, സേവ് വൺ, മറ്റൊരാളിനെ രക്ഷിക്കുക എന്ന ഈ തീമിൻ്റെ രണ്ടാമത്തെ ഭാഗം. നമുക്ക് അറിയാം, ഇന്ത്യയിൽ റോഡപകടങ്ങളിൽ മരണപ്പെടുന്നത്, ജീവൻ പൊലിയുന്നത് ഏകദേശം ഒരു വർഷം 1.5 ലക്ഷത്തോളം ആൾക്കാരിലാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഭൂരിഭാഗവും ഏകദേശം 30% 35 മുതൽ 45 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലാണ്. അതായത് ഒരു കുടുംബനാഥൻ, അതായത് അല്ലെങ്കിൽ ഒരു മകൻ, ഒരു കുട്ടികളുടെ അച്ഛൻ, അവരാണ് ഈ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്തതാണ്, അത് തടയേണ്ടതാണ്, അതിൻ്റെ നിരക്ക് കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഈ പറയുന്ന ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ, പ്രിവെൻറ്റബിൾ ഡെത്ത്സ്, നമുക്ക് തടയാനാകുന്ന മരണങ്ങൾ നടക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂറിലാണ്. 1 മണിക്കൂറിൽ നമുക്ക് ഈ പറയുന്ന റോഡപകടങ്ങളിലുണ്ടാകുന്ന രോഗിയെ പരിരക്ഷിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേയിൽ സേവ് വൺ എന്ന രീതിയിൽ ഉള്ള ഒരു ക്യാമ്പയിൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്, പ്രാഥമിക ആരോഗ്യ പരിചരണം ആ സംഭവ സ്ഥലത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാരെയെങ്കിലും ഈ പറയുന്ന ബോൺ ആൻഡ് ജോയിൻറ്റ് വീക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ അല്ല, ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ഒരു ആഴ്ച നമ്മൾ ഒരു വാരാചരണമായിട്ടാണ് ഈ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേ ആഘോഷിക്കുന്നത്. ആ ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം ആൾക്കാരെയെങ്കിലും ഫസ്റ്റ് എയ്ഡിലും പ്രാഥമിക പരിചരണത്തിലും ഈ പറയുന്ന ജീവൻ സംരക്ഷണ പ്രവർത്തനങ്ങളിലും ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തിലത്തെ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡേയുടെ മോട്ടോ തന്നെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു വർഷം 40,000 റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, 40,000 വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത്
ഒരു വർഷം 400-ൽ പരം ആൾക്കാരാണ് മരണപ്പെടുന്നത്. ദേശീയ ശരാശരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളുടെ മരണനിരക്ക് കുറവാണെങ്കിൽ പോലും ഇതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും, നമ്മൾ ഈ പറയുന്ന ആദ്യ മണിക്കൂറുകളിലുള്ള നമ്മളുടെ ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. പ്രധാനമായിട്ടും നമ്മളൊരു റോഡപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മളൊരു രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ രോഗിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നിയമപരമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പോലീസുകാരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോവോ, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമോ, ഇതിൽ ഈ അപകടത്തിൽ നമ്മൾ ഇൻവോൾവ് ആയി എന്ന് വരുത്തി തീർക്കുമോ എന്നുള്ള ഭയമാണ്. അതിന് ഗവൺമെൻറ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അവർ ഒരു നിയമം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. 2016 മാർച്ച് 30 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് സുപ്രീം കോടതി അംഗീകരിച്ച ബിൽ പ്രകാരം, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗുഡ് സമരിറ്റൻ ലോ എന്നാണ്, നല്ല ശമരിയക്കാരൻ്റെ നിയമം. ആ നിയമം അനുസരിച്ച് നമ്മളെ ഒരു കാരണവശാലും നമ്മൾ റോഡപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നതിൽ ഒരു കാരണവശാലും നമുക്കെതിരെ നിയമപരമായ നടപടി വരുമെന്ന് മാത്രമല്ല, നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്ന് പോലീസിനോടോ ആശുപത്രിയിലുള്ളവരോടോ വെളിപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല. നമ്മൾ ആരെങ്കിലും, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡോക്ടർ പോലും ആ നമ്മളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ ഈ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളത്. അതും ഒരു ഈ പറയുന്ന നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന കൊണാഞ്ചുവിൻ്റെ സെലിബ്രേഷൻ സേഫ് 1 എന്ന ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഈ ആൾക്കാർ, ഈ ആക്സിഡൻറ്റ് വിക്ടിംസ്, റോഡപകടങ്ങളിൽപ്പെട്ട രോഗികളുടെ പ്രാഥമിക സംരക്ഷണത്തിന്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി മടിച്ചു നിൽക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഈ കാര്യം, അതായത് നിയമപരമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. പ്രാഥമികമായ ആദ്യത്തെ 1 മണിക്കൂറിലാണ് നമ്മൾ വ്യക്തമായി ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരണനിരക്ക് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ രാജ്യത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് വ്യക്തമായ ആംബുലൻസ് സർവീസുകളില്ല. നമ്മൾ ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ വരുന്ന ആംബുലൻസ് സർവീസൊന്നും നമുക്ക് ഈ രാജ്യത്ത് അവൈലബിൾ അല്ല. അപ്പം ഏറ്റവും പ്രാഥമികമായിട്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് ഈ സംഭവ സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കുന്ന ഒരാൾക്കാണ്. അതായത് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ പകുതിയോളം മരണങ്ങൾ നമുക്കിതിനകത്ത് പ്രിവെൻറ്റ് ചെയ്യാവുന്ന. ചില വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ വളരെയധികം രക്തസ്രാവം ഉണ്ടായ പേഷ്യൻറ്റിനോ, തലച്ചോറിന് പരിക്കേറ്റ പേഷ്യൻറ്റിനോ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു വരില്ല. പക്ഷേ പകുതിയോളം ഈ പ്രിവെൻറ്റബിൾ ഡെത്ത്സ് ആണ്, നമുക്ക് തടയാൻ കഴിയുന്ന മരണങ്ങളാണ്. അതിന് ഉദാഹരണം, ആദ്യത്തെ ഒരു 4 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടാകുന്നത് ഇത്തരം വാഹനാപകടങ്ങളിൽ ഉണ്ടാകുന്നത് ഈ തലച്ചോറിലേക്കുള്ള രക്തം കുറയുക, ഓക്സിജനേഷൻ, രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, അതായത് ഈ മൂക്ക് തൊട്ട് താഴെ തൊണ്ട വരെയുള്ള ഭാഗങ്ങളിലൂടെ തടസ്സം മൂലം ശ്വാസം അകത്തേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് ആദ്യത്തെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഈ വാഹനാപകടങ്ങളിൽ ഉണ്ടാകുന്നത്. അത് 4 മിനിറ്റ് മാത്രം സമയമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ഡോക്ടറോ ഒരു ആശുപത്രിയോ നമുക്ക് അവൈലബിൾ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇൻ്റർവെൻഷൻ, അതായത് വായിൽ കുടുങ്ങിപ്പോയ എന്തെങ്കിലും പല്ല് ഇളകി കിടക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ പൊടിയോ മണ്ണോ കിടക്കാം, നാക്ക് പുറന്നോട്ട് വീണ് കിടക്കാം, അതൊന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ രോഗിയെ സഹായിക്കാൻ പറ്റും. അത് ഈ പറയുന്ന ബ്രെയിൻ ഡാമേജ് കുറയ്ക്കുകയും മരണനിരക്ക് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രക്തസ്രാവം പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ പറയുന്ന അപകട സ്ഥലത്ത് രക്തസ്രാവം പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്ലീനായിട്ടുള്ള ഒരു വസ്തു ഉപയോഗിച്ച് ഈ പറയുന്ന വളരെയധികം രക്തം കൂടുതൽ വരുന്ന ഭാഗത്ത് അമർത്തി പിടിച്ചാൽ തന്നെ ഈ രക്തസ്രാവം ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ജീവൻ രക്ഷാ ഉപാധിയായി ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ഉപകരിക്കുന്നതാണ്. അസ്ഥികളുടെ ഒടിവ് അതുപോലെ തന്നെ, നമ്മൾ ഒടിഞ്ഞ അസ്ഥി നമ്മൾ കാണുകയാണെങ്കിൽ അതേ പൊസിഷനിൽ നമ്മളത് ഈ ശരീരഭാഗം നേരെയാക്കാൻ ശ്രമിക്കാതെ അതേ പൊസിഷനിൽ ഒരു സ്പ്ലിൻറ്റ്, ഫർദർ ഇഞ്ചുറി, ഇതുകൊണ്ടുണ്ടാകുന്ന കൂടുതൽ പരിക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൊസിഷനിൽ തന്നെ ഈ ഒരു സ്പ്ലിൻറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, ഒരു തടി കഷ്ണം അല്ലെങ്കിൽ
ഒരു കാർഡ്ബോർഡ് കഷ്ണം, എന്തെങ്കിലും ഒരു കമ്പാകാം, അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഫർദർ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യും, ചിലപ്പോൾ മരണം വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ ബോൺ ഓൺ ജോയിൻ്റ് ഈ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീമിൻ്റെ 2 ഭാഗങ്ങൾ. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു വഴിയിലൊരു അപകടം കണ്ടു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ടിറങ്ങാൻ നിയമപരമായ തടസ്സങ്ങളില്ല. നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബോൺ ഓൺ ജോയിൻ്റ് ആശംസിക്കുന്നു. നമസ്കാരം.